വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ട് ഇവിടെ വരണമെന്നുള്ളത് പറഞ്ഞു. 2 വർഷമായിട്ട് എന്നെ ഓരോ പരിപാടിക്ക് നിർബന്ധിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഓരോ കാരണം പറഞ്ഞ് സ്കിപ്പായി പോയി. ഇത്തവണ ഇത് ചെയ്തില്ലെങ്കിൽ രായിച്ചാൻ വീട്ടിൽ കയറി ഇടിക്കുന്നു. രായിച്ചാൻ്റെ ഇടി മേടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന സപ്പോർട്ട് വർക്കറായിട്ടുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്നത് പ്രശസ്തരായ നടന്മാരെ, രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ആൾക്കാരെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ആൾക്കാരെ എങ്ങനെ അനുകരിക്കാമെന്നാണ്. അതിനു മുമ്പ് ഒരു അപേക്ഷയുണ്ട്. അവരുടെ അനുകരണം മാത്രമേ ഉള്ളൂ. ഡയലോഗ് മുഴുവൻ എൻ്റേതായ ശൈലിയിൽ ഞാൻ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അത് വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരുമാതിരിപ്പെട്ട ഏകദേശം ഒരു 90% ആൾക്കാരെ ഞാൻ ചോദിച്ചതാണ്, പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പുറകെ കൂടെ പോകണോ മുന്നിൽ കൂടെ പോകണോ നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ DMAയുടെ പ്രസിഡന്റ് തന്നെയായ സാജനയാണ്. അദ്ദേഹം സ്റ്റേജിൽ വരുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം സാധാരണ പുറമെ പബ്ലിക്കിൽ നിന്ന് ഒന്ന് എരിഞ്ഞ് അമർന്ന് സംസാരിക്കുന്നത് ഒന്ന് അനുകരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട കൈയടിക്കാൻ, ദൈവത്തെ ഓർത്ത് കരയരുത്. മച്ചനെ നമ്മൾ സെറ്റപ്പ് ചെയ്യണം കേട്ടോ. മഹേഷ് അവിടെ നോക്കണം, മറ്റേ അവിടെ നോക്കണം കേട്ടോ. നമ്മൾ തകർത്ത് എന്നെ തകർന്നോ എന്നറിയാം. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് പല പണിയും വരും. ഞാൻ മറ്റേ നമ്മുടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതി വന്നാൽ ഞാൻ നോക്കിക്കോ, നമ്മൾ പറയുന്നു. ഇതെല്ലാം കേട്ടോണ്ട് വന്ന നമ്മുടെ അനിയുടെ അളിയനായ ബോബിച്ച് എങ്ങനെ പുള്ളി ഇതിനെക്കുറിച്ചല്ല പറഞ്ഞ, പുള്ളിക്ക് കിട്ടിയൊരു പണി അങ്ങ് അവതരിപ്പിക്കുകയാണ്. എന്താ പൊന്നു മകേട്ടെ, നമുക്കിവിടെ 8ന്റെ പണി നമ്മുടെ അളിയെന്ന് പറയാം. നിങ്ങളുടെ കാര്യം നമുക്ക് എക്സിക്യൂട്ടീവ് ആയിരിക്കും, മറ്റേതായിരിക്കും. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ മകേട്ടെ. ഞാനൊരു നിസാൻ ജൂക്ക് മേടിച്ച് നമ്മളെ ഒരു ചിട്ടിയൊക്കെ പിടിച്ചങ്ങ് മേടിച്ചതാണ്. നമ്മുടെ അളിയന് അതിനകത്ത് ഇനിയും 400 കൊണ്ട് തരാനുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം പോയി നമ്മുടെ അളിയൻ നമുക്കൊരു കുഞ്ഞു പണി അങ്ങ് വളരെ പുള്ളി ഒരു എക്സ്ട്രാ അങ്ങ് മേടിച്ച് എൻ്റെ മകളെ വലിച്ചു പോയി കേട്ടോ. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഓഡിറ്ററായിട്ട് കയറിയ ഷാജു പോള്, അദ്ദേഹം ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും കാണും. പുള്ളി പെയിന്റ് കൊണ്ട് കലാപരിപാടി വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ബിയാരിക്കിൽ എപ്പോൾ ഓഫറിന് പെയിന്റ് കിട്ടിയാലും അത് മേടിച്ച് ഭിത്തിക്കടിക്കുക, പെപ്പറോത്തയുടെ വായിന്ന് തെറി കയറുക, അതിൻ്റെ ടെൻഷന് 2 ബിയർ ഉള്ളിലിരുന്നടിക്കുക. വീട്ടിൽ ചെന്നാൽ തരികയില്ല. ഞാനവർക്ക് ഈ നമ്മുടെ DMAയുടെ ഓഡിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നു മകേട്ടെ, ഞാനവിടുത്തെ ഇത് ഈസി പരിപാടിയാണ്. പക്ഷേ ചോദിച്ചൊക്കെ ഒരു മുരിങ്ങക്കായുടെയും ഒരു വെള്ളരിക്കായുടെ ഒക്കെ കണക്ക് തന്നെ എൻ്റെ പൊന്നു. 1 മാസം എടുത്ത് പച്ചമുളക് കൂട്ടി വരുമ്പം മുരിങ്ങക്കായ ശരിയായി, മുരിങ്ങക്കായ എല്ലാവരുടെ കൂട്ടി വരുമ്പോൾ ഒന്നും ശരിയായി. ഇതിൻ്റെ ഈ സമയം ഉണ്ടായിരുന്നത് എനിക്ക് 2 ഭിത്തിക്ക് ചുമ്മാ പോയിസായിരുന്നു. പിന്നെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാൻ തോന്നുന്ന കാരണം ഞാൻ പിഷാരടി ഷോയ്ക്ക് ചെന്നപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു എനിക്കൊരു ടിക്കറ്റ് വേണം ഒക്കെ ചോദിച്ചു. പുള്ളിയോടാണ് പുള്ളിനെ ഒത്തിരി പുള്ളിയുടെ സംസാര ശൈലിയും ആ സ്നേഹവും ഒക്കെ എന്നെ അങ്ങോട്ട് കണ്ടമാനം അങ്ങോട്ടൊരു ഒത്തിരി സന്തോഷമായി. അപ്പം അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നി ആ ഒരു കണ്ണൂർ സ്റ്റൈല് ഒന്ന് അനുകരിക്കണം. അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിൽ പോലും ആരാണെന്ന് പറഞ്ഞാൽ മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒത്തിരി മനോജ് ഉള്ളതുകൊണ്ട് അദ്ദേഹം നമ്മളെ
നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് പോലീസ് മനോജ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴും ഒരു പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ അത്ര സൈസൊന്നും ഇല്ലല്ലോ, അത്ര ഞാൻ കണക്ക് കൂട്ടിയാൽ മതി. ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കണം. അത് ഇത്രയേ ഉള്ളൂ ഇൻസിഡൻറ്റ്. ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി, ഞാൻ എൻ്റെ ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു വീൽ ചെയറെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് വേണം. അപ്പം അദ്ദേഹം എന്നോട് സംസാരിച്ച രീതി ഞാൻ ഒന്നത് അനുകരിക്കണം. മറായിട്ടാ ആരുടെ അത്? നീ ഏതാടാ, എവിടെ വിളിക്കുന്നത്? മനായിട്ടാ എനിക്കൊരു ടിക്കറ്റ് വേണം. ആ നീ മഹേഷാണ്? നീ ഏടാ ഉള്ളത്? ഞാനിവിടെ ഏരിയയിലുണ്ട്. നീ ഫ്രണ്ടിലേക്ക്, അവിടെ 2 പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. കമറ്റൊന്നും അടിക്കരുത്, ഞാനങ്ങ് വരുന്നിട്ട് സംസാരിച്ചാൽ മതി. നിനക്ക് നിനക്ക് ടിക്കറ്റ് വേണം അല്ലേ? വേണം, ടിക്കറ്റ് വേണം. ഓന് ടിക്കറ്റ് എടുക്കും. അവൻ വല്ലാത്ത അവന് ടിക്കറ്റ് എടുക്കണ്ട കേട്ടാ. കുഴപ്പമില്ല. നീ ഫ്രണ്ടിലിട്ട് വെക്കേട്ടാ. നമ്മുടെ എവിടെ നീ VIP ആൾക്കാരിരിക്കുന്നുണ്ട് പോയിരിക്കുന്നത്. കാരണം അവൻ ബ്രിട്ടീഷുകാരനല്ലേ, നിന്നെ ഇരുത്താൻ കൊള്ളില്ല. പക്ഷെ ഓന് കൊള്ളാം. ആയിക്കോട്ടെ. പിന്നെ അനക്ക് വെള്ള ജ്യൂസോ എല്ലാം വേണം. ഇവിടെ മാത്തസ് ഉണ്ട്, ഞാനൊക്കെ ഉണ്ട്. ഒന്ന് കൈ കാണിച്ചാൽ മതി. എന്നൊക്കെ തരാട്ടാ. നീ കള്ളുവെന്ന് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡൽഹിയിൽ പോലീസായിരുന്നു. എനിക്ക് ഈടെ വലിയ പരിപാടിയൊന്നുമില്ല. ഇവിടെ നിനക്കിട്ട പാരമണിയാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, മര്യാദയ്ക്ക് പോയ കള്ളാന്ന് വെച്ചാൽ ഈടെ പോലീസ് പിടിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് നീ നിന്റെ കലാപരിപാടിയൊക്കെ അത് വെച്ചിട്ടങ്ങ് പൊക്കും. പിന്നെ നിനക്ക് വെള്ളം ജ്യൂസോ വല്ലവണ്ണം തരാം. മറ്റതൊക്കെ വേണം നീ നാളാട്ടാ. ഓക്കെ എന്നാ. അടുത്തത് അദ്ദേഹം ഇവിടെ ഇല്ല. കാരണം ഈ അനുകരണം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സൗണ്ടൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ചുമ്മാ എല്ലാവരെയും എടുക്കാൻ പറ്റത്തില്ല. സാബു ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒത്തിരി തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഒത്തിരി സാബു ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സാബു കിട്ടിയവര. അദ്ദേഹം ഇവിടെ ഇല്ല എന്നെനിക്കറിയാം. അദ്ദേഹത്തിനെ എല്ലാവരും സ്നേഹപൂർവ്വം മൈക്രോ സാബു എന്ന് വിളിക്കും. ദൈവത്തെ ഓർത്ത് വിളിക്കല്ലേ, അതുകൊണ്ടാണ് എനിക്ക് പേടിയാണ്. എടയി ഏല എന്ന് ഓർത്തുകൊണ്ട് മാത്രം പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളം കയറി, എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്നെ വളരെ സ്നേഹത്തോടെ കള്ളം കയറി വിവരം ഒന്ന് അവതരിപ്പിച്ചത് ഞാൻ അവതരിപ്പിക്കുകയാണ്. മഹേഷേ, എവിടെയാ എന്റെ പൊന്നോ? കള്ളം കയറിയിട്ടോ, നശിപ്പിച്ചു കിട്ടോ, എല്ലാം നശിപ്പിച്ചു. മുളകുപൊടി പൊട്ട് പല്ലിപ്പൊടി പൊട്ട് എല്ലാം കയറിയിട്ടിരിക്കുക. നിങ്ങൾ എവിടെയാ? ഒന്ന് മാറ്റ. പിന്നെ പോലീസുകാർ വന്നാൽ എന്നോട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എന്നൊക്കെ ചോദിക്കുന്നത് എവിടെയാ? സൗചേട്ടാ എന്നാ സംഭവിച്ചേ? എല്ലാം പോയി വേണേ, എല്ലാം പോയി. അപ്പാപ്പ് വേണ്ട സ്വർണം പോയി. 2000 പൗണ്ട് പോക്കറ്റിലുണ്ടായിരുന്നു മീൻ മേടിക്കാൻ വേണ്ടി വെച്ച, അതും പോയി. എല്ലാം പോയി കേട്ടാ. ഓക്കെ സൗചേട്ടാ, വരിക. എന്നാ ആയിക്കോട്ടെ, പെട്ടെന്ന് വാ. നമുക്ക് ഭയങ്കര കേസ് മേടിക്കാൻ, പെട്ടെന്ന് വായോ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇൻഷുറൻസിൻ്റെ ക്ലെയിമൊക്കെ കിട്ടി. ഞാൻ ക്ലെയിമിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ പറയുമ്പം ഇവിടെ പറഞ്ഞ് എല്ലാത്തിനും ക്ലെയിം കിട്ടി കേട്ടോ, നമുക്കൊരു നഷ്ടമില്ല. അവരിനിയും കയറിയാൽ കൊള്ളായിരുന്നു. അകപ്പാടെ കിട്ടാത്തത് ഈസ്റ്റേണിൻ്റെ മുളക് പൊടിക്ക് മാത്രമാണ്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ ഈ ഇന്ന് വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത ജിജി ജോൺസൺ. പ്രത്യേക രൂപഭാവ സംവിധാനത്തിന് ഉടമയായ അവരെല്ലാവർക്കും അറിയാം. ചേച്ചി എന്ന് പറഞ്ഞാൽ ഏത് അവസരത്തിൽ ഏത് വിഷമ സാഹചര്യത്തിൽ പോയി ചോദിച്ചാലും പണി തരുകയും ചെയ്യും, അതേപോലെ കൊടുക്കുകയും ചെയ്യും. നമുക്കൊരാവശ്യം വന്നു, ചേച്ചി നമുക്കൊരു പണിയില്ല. എന്തിനാ പറഞ്ഞാൽ നീ വിഷമിക്കണ്ടേ, ഞാൻ തരാമല്ലോ, ഒരു കുഴപ്പമില്ല, നീ നാളെ ഒരു CBI ഒക്കെ ആയിട്ട് ഞാൻ പോകണമെന്ന് പറയും. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ ഞാൻ കാരണം ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വെച്ച് ഹോമിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു 5-6 മാസം ജോലി ചെയ്യുകയുണ്ടായി. വളരെ നല്ല ഒരു വ്യക്തിത്വമാണ്. ദൈവത്തെ ഓർത്ത് കളിയാക്കരുത്, കാരണം ഞാൻ പെർമിഷൻ ചോദിച്ചതാണ്. അപ്പം ചേച്ചിയുടെ കൂടെ ജോലി ചെയ്തപ്പം ഞങ്ങൾ ഈ വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ 2 മുട്ടയും 3-4 ബ്രെഡും അത്
ഡിപ്പെൻസ് അപ്പോൺ ദ നേഴ്സ്. നേഴ്സുമാരുടെ രീതി അനുസരിച്ച് ഒന്നെങ്കിൽ മുട്ട ആംലെറ്റ്, അല്ലെ മുട്ടക്കറി, അല്ലെ ബുർജി, ഇങ്ങനെ അവരുടെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചി ആ ഒരു പ്രശ്നത്തെ സംബന്ധിച്ചൊന്ന് സംസാരിച്ചത് ഞാനൊന്ന് അനുകരിക്കുകയാണ്. ചേച്ചി വളരെ സ്നേഹമായിട്ട് നിന്നോട് പറയുകയാണ്. കാരണം ഞാൻ നിന്നെ ഒരു ബ്രദറിനെ പോലെ കണക്കാക്കുന്നു. എൻ്റെ പൊസിഷൻ വെച്ച് ഞാൻ സംസാരിക്കുകയാണെന്ന് തോന്നരുത്. ചേച്ചിക്ക് വളരെ വിഷമമുണ്ട്. കാരണം 5 കേരളന്മാർ 2 മുട്ട വെച്ച് ഒരു ദിവസം കഴിക്കുമ്പം 10 മുട്ട പിറന്നത്. 10 മുട്ട 30 ദിവസമാകുമ്പം 300 മുട്ട കോവിന് നഷ്ടം. നിനക്ക് നഷ്ടമില്ല, നിനക്കുള്ളത് ഊർജം മാത്രമാണ്. അതൊക്കെ ചേച്ചി സഹിച്ചു. നിനക്കിപ്പോൾ ഒരു വാണിംഗ് ലെറ്റർ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്നാ ചേച്ചി, നാളെ ക്രിസ്മസ് ഡേന്ന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ എടുത്ത് നീ വീശി. സഹിക്കാൻ പറ്റത്തില്ല. ജോണപ്പായ്ക്ക് പോലും ഞാൻ കൊടുക്കാതെ ഇവിടെ വെച്ചിരുന്നതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചേച്ചിയോട് ജോണപ്പാട് അഭിപ്രായം ചോദിച്ചപ്പം ജോണപ്പ പറഞ്ഞു, പോടാ നമുക്ക് മട്ടാടാ, ആ പിശാചിന് മട്ടാടാ, നീ അല്ലാണ്ട് അവിടെ വാണിംഗ് കിട്ടുക, എനിക്കിട്ട് അത്രണ്ണം കിട്ടിയതാ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ജോൺസൺ ചേട്ടന് നമ്മുടെ സ്കൂളിലെ ഒരു യേശുദാസാണ്. പള്ളി മാത്രമേ ഉള്ളതേ ഉള്ളൂ. അദ്ദേഹം പള്ളിയിൽ പാടാൻ വരുമ്പോൾ ഒരു 1.5 ലിറ്റർ കൊള്ളുന്ന ഫ്ലാസ്കിനകത്ത് ചുക്ക് കാപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ വരവും പോകുമ്പോൾ കണ്ട എൻ്റെ പൊന്നോ, അച്ഛനെ തുഴ പോലും നമുക്ക് പിള്ളേരുടെ അടുത്ത് പോയി സംസാരിക്കാൻ തോന്നും. ആ വയറ്റത്തടിച്ച് മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി അച്ഛൻ പാടേണ്ട പാട്ടോടെ പുള്ളി അങ്ങ് പാടുക. അച്ഛൻ ജോൺസോ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. അടുത്തതായിട്ട് നമുക്കറിയാം, നമ്മുടെ സജി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ നമ്മുടെ ട്രഷറായിട്ട് അറിയാം സജിയുടെ സംസാര ശൈലി. കാരണം ഇച്ചിരി തമിഴ് ചൊവ്വയുണ്ട്. അദ്ദേഹം സ്പോർട്സിന്റെ കോർഡിനേഷനായിട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല രസമായിരുന്നു. അപ്പോൾ പുള്ളി സജി എന്നെ വിളിച്ച് പറഞ്ഞു, മഹേഷ് ഞാൻ വന്നിട്ട് നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് ലൈനപ്പ് നിർത്തി സുജ ഫ്രണ്ടിൽ വരും, അല്ലേ സുജ ഫ്രണ്ടിൽ നിന്ന് കാണത്തില്ല, ഞാൻ സുജ പുറകിൽ നിൽക്കാം. പിന്നെ ഞാൻ സൺഡേ മാർക്കറ്റിൽ നിന്ന് ബ്രെഡും പിന്നെ പഴമൊക്കെ ഉണ്ട്. അത് ഓടിക്കഴിഞ്ഞ് നല്ല പ്രൈസ് കിട്ടുന്ന പിള്ളേർക്ക് പഴമൊക്കെ കൊടുക്കണം. അപ്പോൾ എൻ്റെ തജി ഈ പഴം കൊടുത്താൽ എന്നാകാനാ? അല്ല, അത് എനർജി ഉണ്ട് മഹേഷ്. പിന്നെ വെള്ളമുണ്ട്, ജ്യൂസ് ഉണ്ട്, എല്ലാം അതുപോലെ. അപ്പം ഇത് കേട്ടോണ്ടിരുന്ന സുജ, എൻ്റെ പൊന്ന സജി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ അങ്ങനെ പഴമൊന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും ഇന്നൊരു 5 പൗണ്ട് ഇതൊക്കെ മേടിച്ചിട്ട് KFC കൊടുത്താൽ പിള്ളേർ എന്നെപ്പോലെ നല്ല ചിക്കൻ്റെ കൂട്ട് നിൽക്കും. ലാസ്റ്റ് ഒരു ഐറ്റമാണ്, അതും ആ ചേച്ചി ഇവിടെ ഇല്ല. നമുക്കറിയാം, നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ വോയിസ് മെയില് ഒരു പലരുടെയും പല രീതിയിലാണ്. ചില ഇംഗ്ലീഷ് അല്ല, നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, നമ്മൾക്കറിയാം, നമ്മുടെ ലൂക്കോസ് എന്ന് പറയും. പുള്ളിക്കാരനൊക്കെ നമ്മുടെ കാറ്ററിംഗിൽ ജോലി ചെയ്യുന്ന ലൂക്കാച്ചന്റെ ഭാര്യ കുഞ്ഞുമോൾ ലൂക്കോസ്. ആ വോയിസ് മെയിൽ കേട്ടത് സത്യം പറഞ്ഞാണല്ലോ, ഒരു ഷക്കീല സിനിമ കണ്ട എഫക്റ്റാണ്. I am Kunjumon Lucas. Please leave your message after the tone. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതാരും ഇത് ചെയ്യരുത്. ഞാൻ നമ്മുടെ ഇടയിലുള്ളവരെ മാത്രം അവതരിപ്പിച്ചതാണ്. താങ്ക് യു വെരി മച്ച്. കേട്ട് ശ്രമിച്ചതിന് ഒത്തിരി നന്ദി. ബൈ.